ഹലോ, ഇന്ന് നമുക്ക് പഫ് സ്ലീവ് കട്ട് ചെയ്യാം. ഇത് സാധാരണ ഒരു പഫ് സ്ലീവ് കട്ടിങ് പോലെയല്ല. നമുക്ക് കൈ വണ്ണം കുറഞ്ഞ് വണ്ണം കൂടി ഇങ്ങനെ പലതരത്തിൽ കാണും. ശരീരത്തിന് വണ്ണം ഉണ്ടെങ്കിൽ പോലും കൈവണ്ണം വളരെ കുറവായിരിക്കും. അങ്ങനെ കൈവണ്ണം കുറഞ്ഞവർക്കും കൂടുന്നവർക്കും ഒരേ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അല്ല, കൈ വളരെ കനം കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ കയ്യിൽ വരയ്ക്കുന്ന ഷേപ്പിന് വ്യത്യാസമുണ്ട്. വീഡിയോയിലേക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലാക്കാം. ബ്ലൗസിൻ്റെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തിട്ട് ഇത്രയാണുള്ളത്. ഇതിൽ നമുക്ക് പഫ് സ്ലീവ് കട്ട് ചെയ്യാം. കൈ നീളം 12 ഇഞ്ച്. ഇവിടെയും 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതാണ് ഫോൾഡ്. ഇവിടെയാണ് നമ്മൾ കൈ നീളം എടുക്കുന്നത്. ഇവിടെ വരെ കൈ നീളം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3/4 ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ ഇവിടെയും തുമ്പ് പോകുന്നതിന് ഒരു 3/4 ഇഞ്ച് ഇങ്ങോട്ട് കൊടുത്തു. 1 ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം. ഇനി നമുക്ക് മാക്സിമം ഇങ്ങോട്ടുള്ളത് 4 ഇഞ്ചാണ്. നല്ല പഫ് വേണമെങ്കിൽ നമുക്കിവിടെ 5 ഇഞ്ച് വരെ കൊടുക്കാം. ഇപ്പം 4 ഇഞ്ചാണ് ഇവിടെ ഉള്ളത്. ആ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ അതുപോലെ കൊടുക്കാം. നമുക്ക് കൈ വണ്ണം 7.5 വേണ്ടത്. 7 നമുക്ക് മാർക്ക് ചെയ്യാം. മസിൽ ഭാഗത്തിൻ്റെ കൈവണ്ണം. ബ്ലൗസിലിവിടെ ആം റൗണ്ട് നമുക്ക് 8.5 വേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് നോക്കാം. 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് നമുക്ക് നേരെ വരയ്ക്കാം. അപ്പം നമുക്ക് ആം റൗണ്ട് ഇവിടെ കിട്ടി. ഇനി നമുക്ക് പഫ്, അതിനു വേണ്ടി നമുക്ക് ദാ ഇങ്ങോട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് ഇങ്ങോട്ട് വരയ്ക്കാം. അഞ്ചര, 12 കൈവണ്ണം ഇവിടെ കുറവുണ്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഷേപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാനുണ്ട് ഓരോ സൈസിനും അനുസരിച്ച്. ഇതുപോലെ നമുക്ക് പ്ലീറ്റ് ഇടാം. പ്ലീറ്റ് ഇടുന്നതിനും കണക്കുണ്ട്. ഇപ്പം നമുക്ക് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് വരുന്ന ഭാഗത്തൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. വളരെ കുറച്ച്, പ്ലെയിൻ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ വേണ്ട, വളരെ കുറച്ച് മാത്രം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്താൽ മതി. സ്ലീവിൻ്റെ ലൈനിങ് നമുക്ക് അതുപോലെ കട്ട് ചെയ്യാം. നമുക്കിവിടെ കുറച്ച് തുമ്പ് കുറവുണ്ട്. അത് പക്ഷേ നമുക്ക് ഒരു രീതിയിലും പ്രശ്നമില്ല. തയ്യൽ തുമ്പിൽ അധികമായിട്ട് കൊടുത്തിരിക്കുന്ന തയ്യൽ തുമ്പിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ടത് ലൈനിങ്ങുമായിട്ടങ്ങ് ജോയിൻ ചെയ്താൽ മതി. ലൈനിങ്ങിൽ ഇപ്പോൾ കുഴിച്ച് കട്ട് ചെയ്യണമെന്നില്ല. പ്രത്യേകിച്ച് തുടക്കക്കാർ ലൈനിങ്ങും മെയിൻ പീസുമായിട്ട് ജോയിൻ ചെയ്ത് ലാസ്റ്റ് അതിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം കുഴിച്ച് കട്ട് ചെയ്താൽ മതി. ഇനി പ്ലീറ്റ് കൊടുക്കുന്നത് കൂടിയും കുറഞ്ഞും ഒന്നും പോവാതെ നമുക്ക് എവിടെ മുതലാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നതെന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ ബ്ലൗസിൻ്റെ കൈക്കുഴി നമുക്ക് 8.5 വേണ്ടത്. അപ്പോൾ നമുക്കിതിലിങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ നോക്കുമ്പം 8.5 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ 7.5. എവിടെ 7.5 എത്തുന്നോ അവിടെ മുതലാണ് നമുക്ക് പ്ലേറ്റ് ഇട്ട് തുടങ്ങാവുന്നത്. ഇപ്പോൾ കറക്റ്റ് 8.5-ലാണ്. അതിൽ നിന്ന് 1 ഇഞ്ചും കൂടി കുറച്ച് ഇതാ 7.5. 7.5-ലാണ് നമ്മുടെ കൈവണ്ണത്തിൻ്റെ മാർക്കിങ്. അത് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഈസി ആയിട്ട് നോക്കാം. 7.5 ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് ആ 1-ലെത്തുന്നത്. അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് പ്ലീറ്റായിട്ട് എടുക്കാം. നല്ല പഫിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്.
ഇത്രയും ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് അവിടെ മുതൽ അങ്ങോട്ട് പ്ലീറ്റ് ഇടാം. അപ്പോൾ ഈ അധികമുള്ള ഭാഗം പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ നമുക്കത് എത്ര ഇഞ്ച് വേണം? ഒരു സൈഡിൽ 1 ഇഞ്ച്. അപ്പോൾ നല്ല അടുപ്പിച്ച് പ്ലീറ്റ് ഇടാം. ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം. ലൈനിങ് പീസ് നല്ല വശത്ത് വെച്ച് അകവശത്തേക്ക് മറിച്ച് പതിച്ച് തയ്ച്ചിട്ട് പിന്നെ മുകളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച്. അതിന് ശേഷം ഇങ്ങനെ ലൈനിങ് മെയിൻ പീസായിട്ട് സൈഡ് ഫുൾ അങ്ങ് ജോയിൻ ചെയ്യണം. നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് വരുമ്പോൾ തയ്യൽ തുമ്പിൽ മെയിൻ പീസ് എത്തുന്നില്ലെങ്കിൽ, തുമ്പിലല്ലേ നമുക്ക് കുറവുള്ളൂ, അത് തുമ്പിൽ അങ്ങനെ കുറവായിട്ട് കിടന്നോട്ട്. നമ്മളത് അങ്ങനെ തികപ്പിക്കാനും നിൽക്കേണ്ട. വണ്ണം നമുക്ക് കറക്റ്റായിട്ടുണ്ട്, തുമ്പിൽ മാത്രമേ കുറവുള്ളൂ. അപ്പോൾ ഈ വണ്ണത്തിൻ്റെ മാർക്കിംഗ് ഒരുപോലെ വരത്തക്ക വിധം തയ്ച്ചാൽ മതി. നമ്മളിതിൽ ലൈനിങ് ഇങ്ങനെ ചേർത്ത് തയ്ച്ചില്ലെങ്കിൽ പിന്നീട് ഇത് പ്ലീറ്റ് ഇടൂലേ, പ്ലീറ്റ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ലൈനിങ് അതിനൊപ്പം നിൽക്കണമെന്നില്ല. നമുക്ക് ശരിക്കും ചുരുക്കിനകത്ത് വരേണ്ട സ്ഥലത്ത് വരാതെ വേറെ എങ്ങോട്ടെങ്കിലും ചുളുങ്ങി കിടന്ന് നമ്മളിത് കറക്റ്റായിട്ട് കയ്യിലിടുന്ന സമയത്ത് ചുളിവ് വരും. നമ്മൾ മെയിൻ പീസിൽ മാത്രമേ കുഴിച്ച് കട്ട് ചെയ്തുള്ളൂ. അതാണ് ഇവിടെ ലൈനിങ് ഇത്രയും ഭാഗത്ത് അധികമായിട്ട് നിൽക്കുന്നത്. രണ്ട് വശത്തും തുമ്പ് കുറച്ച് കുറവുണ്ട്. നമുക്കിതുപോലെ ലൈനിങ് എക്സ്ട്രാ ഉള്ളത്, കുഴിച്ച് വെട്ടേണ്ട ഭാഗത്തുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത കൈയിൽ നമുക്കിതുപോലെ ചെയ്യാം. നമ്മൾ പഫ് സ്ലീവ് തയ്ക്കുന്നത് എന്തായാലും ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവർ സാധാരണഗതിയിൽ തയ്ക്കാറില്ല. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഷേപ്പിനനുസരിച്ചെന്ന് പറയാം. ഇതുപോലെ പ്ലേറ്റൊക്കെ ഇട്ടെടുത്ത് ഇപ്പോൾ ഇത് വലതുവശത്തെ കൈയാണ്. ആ പ്ലേറ്റ്സ് കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു ഷേപ്പ് നോക്കിയേ. ഇതുപോലെ വരണം. ആർക്കാണ്? കൈവണ്ണം കുറവുള്ളവർക്ക്. അതായത് നെഞ്ചുവണ്ണം കൂടുതലുണ്ടെങ്കിലും കൈവണ്ണം കൂടണമെന്നില്ല. ഇവിടെ ഈ ഷേപ്പ് നല്ല കർവ് ഷേപ്പല്ലേ, ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത്. എന്നാൽ കുറച്ച് പേർക്ക് നമുക്ക് ഇത്രയും കർവ് പറ്റത്തില്ല. ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും നല്ല റൗണ്ട് ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് ചെയ്തുകൂടാത്തത്, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആർക്കായാലും കൈവണ്ണം ഒരു 7.25, 7.5 നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഉള്ളതെങ്കിൽ അവിടെ നമുക്ക് ഇതേ ഷേപ്പ് എടുക്കാം. ഇത്രയും കർവിൽ നമുക്ക് പഫ് സ്ലീവ് കട്ട് ചെയ്യാം. എന്നാൽ ഈ ഭാഗത്ത് വരുന്ന വണ്ണം ഒരു 7.25, 8 ഇഞ്ച് അങ്ങനെ കൈവണ്ണം കൂടുതലാണെങ്കിൽ നമ്മളിവിടെ ഇത്രയും കർവ് വെട്ടിയാൽ ശരിയാവത്തില്ല. കൈ ടൈറ്റാവും. പഫ് കഴിഞ്ഞിട്ടുള്ള ഭാഗം നല്ല ടൈറ്റാവും. അപ്പോൾ പഫിന് ആ ഒരു ഭംഗിയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കൈവണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഭാഗത്ത് അത് കൂട്ടണം. ഇവിടെ എടുത്ത ഈ 2 ഇഞ്ച് നമുക്ക് 2.25, 2.5, 2.25 അങ്ങനെ മാറ്റി വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ ഷേപ്പ് കൂടുതൽ അങ്ങ് റൗണ്ട് ആവാതെ കുറച്ച് നേരെ വരും. അത് കൈവണ്ണം കൂടുതലുള്ളവർക്കാണ്. ഇതുപോലെ ഒരു 7.25, 7.5 കൈവണ്ണം വരുന്നുണ്ടെങ്കിൽ ഇത്രയും ഷേപ്പ് കട്ട് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞേക്കുന്നത്. ഇത് തന്നെ ഒരുപാട് കുഴപ്പിച്ച് കൺഫ്യൂഷനാക്കുന്ന രീതിയിലും പറയാൻ പറ്റും. ബിഗിനേഴ്സിന് എല്ലാം നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എല്ലാം വരച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒത്തിരി സമയമെടുത്ത് ഇപ്പോൾ ഒരുപാട് ലേറ്റായി, 12 മണിയാവാറായി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് തരണേ. അതേപോലെ ബാക്കി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.